പൊതുവെ നമ്മൾ പറയുമല്ലോ, അവൾക്ക് അങ്ങനെ അഭിപ്രായങ്ങളില്ല, അവളൊന്നും മിണ്ടാറില്ല, ഞാൻ പറയുന്നത് തന്നെയാണ് അവളുടെ ഒരു ശരി എന്ന് ചിന്തിക്കുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ പേടിക്കുന്നത് സ്ത്രീയുടെ വാക്കുകളെ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? പറയാൻ വിട്ടുകഴിഞ്ഞാൽ അവൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് താങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു ഭയത്തിൽ നിന്നായിരിക്കാം. പിന്നീട് നമ്മൾ കവിതകളിലേക്ക് കടക്കുമ്പോൾ, കവിതകളിലാണെങ്കിൽ ചിന്താവിഷ്ടയായ സീത, ആശാന്റെ ചിന്താവിഷ്ടയായ സീത എന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വേദിയിൽ പറയുകയുണ്ടായി. ആദ്യത്തെ ഫെമിനിസ്റ്റ് കാവ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അവിടെ സീതാദേവി പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ യാത്ര ചോദിക്കുന്ന സമയത്ത്, മതി തീക്ഷ്ണ ശരങ്ങളെ ശ്രമം ക്ഷതമേലാമരവിച്ചുരൻ മനം കുതികൊള്ളുക ലോകചക്രമേ ഹതയാം സീതയിങ്ങു തള്ളുക. തന്റെ ശ്രീരാമനോട് പോലും, അതായത് തന്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീരാമനോട് പോലും തന്റെ ഉള്ളിലുള്ള ഒരു സങ്കടത്തിനെ ചൂണ്ടിക്കാണിക്കാതെ, അതായത് ഉറക്കെ ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഒരു കാവ്യം എഴുതിയിരിക്കുന്നത്. അതായത് അതുവരേക്കും സീതാദേവിയെ പതിവ്രത എന്ന മുദ്ര കുത്തി ഒരുപക്ഷെ സമൂഹം മാറ്റി നിർത്തിയതായിരിക്കാം. സീതയെ കൊണ്ട് സംസാരിക്കാൻ പൊതുവെ നമ്മൾ പറയുമല്ലോ, അവൾക്ക് അങ്ങനെ അഭിപ്രായങ്ങളില്ല, അവളൊന്നും മിണ്ടാറില്ല, ഞാൻ പറയുന്നത് തന്നെയാണ് അവളുടെ ഒരു ശരി എന്ന് ചിന്തിക്കുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ പേടിക്കുന്നത് സ്ത്രീയുടെ വാക്കുകളെ തന്നെയാണ്. കാരണം അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? പറയാൻ വിട്ടുകഴിഞ്ഞാൽ അവൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് താങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു ഭയത്തിൽ നിന്നായിരിക്കാം അവൾക്കൊന്നും പറയാനില്ല, അവൾക്ക് എന്റെ അഭിപ്രായം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സീതയുടെ മാത്രം പക്ഷത്ത് നിന്നുകൊണ്ട്, സീതയുടെ മാത്രം ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ച ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യം ഉടലെടുത്തത്.